ചപ്പാത്തി ഉണ്ടാക്കലില്ല. പ്രധാന കാരണം ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല. ഗോതമ്പ് എൻ്റെ വയറിന് അത്ര പിടുത്തമല്ല. ആ നിമിഷമൊന്നും തിരിച്ചു കിട്ടില്ല മോനെ ഒരിക്കലും. സ്വന്തം കൂടപ്പുറപ്പുകളുടെ വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നികത്താൻ പറ്റൂലാത്തതാണ്. കല്ലിൽ ചുട്ട ചപ്പാത്തിക്ക് ഒരു പ്രത്യേകതയില്ലേ? അതുണ്ട്. അമ്മയുടെ സ്വന്തം പൂച്ചപ്പഴം. പക്ഷെ മഴക്കാലം ആയതുകൊണ്ടേ മധുരയില്ല കേട്ടോ, അത് പറഞ്ഞേക്കാം. ഇത് തേനിന്റെ മധുരാന്നാ വിചാരം. അല്ല, എനിക്ക് ഇഷ്ടമായി ഇത്. നിങ്ങൾക്കിത് ശീലം ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങള് മലയക്കട കയറി നടക്കുമ്പോ എപ്പോഴും ഇങ്ങനെ പറിച്ചേച്ചില്ലേ, കേടൊന്നും നോക്കൂല. ഇതിലിപ്പോ കേടൊന്നുമില്ല. ഇങ്ങനെ വായിലേക്ക് ഇത് ഇങ്ങനെ എന്നിട്ട് കായില്ലേ ഇങ്ങനെ തുപ്പിക്കളിയാന്ന്. ഇതിപ്പോ മഴ പിടിച്ചാലേ വിലേശം മധുരയില്ല, കൊലകുത്തിയുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാം കാലാവസ്ഥ വ്യതിയാനായില്ലേ. വേനൽക്കാലത്ത് അധികം ഉണ്ടായി. പക്ഷെ ഈ കൊമ്പുകളൊക്കെ അതിന്റെ ഉണങ്ങിയായിരുന്ന. പക്ഷെ മരത്തിന്റെ ചില്ലകളൊക്കെ വെട്ടിച്ചപ്പോ കണ്ടോ, അത് ഒരുമാതിരി പിടിച്ചു നിർത്തി പോവാതെ കുറച്ചൊക്കെ ഒടിഞ്ഞു പോയതേ. എന്നാലും അത്യാവശ്യം അത് രക്ഷപ്പെട്ടു പോന്നു. രക്ഷപ്പെട്ടു. ഇനി കുഴപ്പമില്ല, ഇനി പോവില്ല. അവിടെ ഒന്നും തുളസിയും പോയില്ല. ശൈല തന്ന തുളസി അത്. അതാ നല്ലത്. നമ്മളില്ലേ എല്ലാ ദിവസവും ഇടയ്ക്കൊക്കെ നിങ്ങള് വീഡിയോയിൽ കാണാറുണ്ട് ചപ്പാത്തിയും കറിയും കൂടെ കഴിക്കുന്നത്. അപ്പൊ പഴയ വീഡിയോയിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കണ വീഡിയോ ഇഷ്ടംപോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണിക്കാറും ഉണ്ടായിരുന്നു. ഡ്രൈ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ഇപ്പൊ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലില്ല. പ്രധാന കാരണം ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല. അപ്പൊ എന്നോട് പിന്നെ ഹസ്ബൻഡ് പറയും, ഒരാൾക്ക് വേണ്ടിയായിട്ട് പിന്നെ അത് ഉണ്ടാക്കണ്ട, ഊണായിട്ട് അങ്ങ് എടുത്താൽ മതി, അല്ലെങ്കിൽ കഞ്ഞി എന്തെങ്കിലും വൈകിട്ട് എടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് വേണമെന്ന് തോന്നുമ്പോഴാണ് അങ്ങനെ ചപ്പാത്തി മേടിച്ചുകൊണ്ട് തന്നെ. ഞാൻ ചപ്പാത്തിയൊക്കെ കഴിക്കുവാണെങ്കിൽ ഒരെണ്ണേ കഴിക്കുകയുള്ളൂ. ഞാൻ പറയാറുണ്ട് അത് വയറ് അത്ര ഇതല്ല എനിക്ക്, അത് കാരണം. അപ്പം ഇന്ന് ഞാൻ കരുതി ഇച്ചിരി കറിയൊക്കെ ഇരിപ്പുണ്ടെന്നാൽ, വെജിറ്റബിൾ കറിയുണ്ട്, ഇച്ചിരി ബീഫിൻ്റെ ഒക്കെ ഇരിപ്പുണ്ടെന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് തന്നെ കരുതി. അപ്പോൾ ഗോതമ്പ് പൊടി ഇവിടെ എപ്പോഴും കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പുട്ട് രാവിലെ ഉണ്ടാക്കണമുണ്ട്. ഗോതമ്പിൻ്റെ പൊടി എപ്പോഴും ഉണ്ടാകും. അത് 2 തരം പൊടി മേടിച്ച് വെക്കും. ഒന്ന് ബ്രാഹ്മിൺസിൻ്റെ ഗോതമ്പ് പുട്ടുപൊടി ഉണ്ടാവും, പുട്ടിന് വേണ്ടി മേടിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ജോൺസൺ ചേട്ടൻ്റെ ഷോപ്പിൽ നിന്ന് ആട്ടപ്പൊടിയും മേടിച്ച് വെച്ചിട്ടുണ്ടാവും. ആട്ടപ്പൊടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഗോതമ്പ് അട നിങ്ങൾ കണ്ടല്ലോ, കല്ലിൽ ചുട്ട അടയുണ്ടാക്കും. കൂടാതെ എനിക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിക്കുന്ന ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കുള്ളൂ. ഗോതമ്പ് എൻ്റെ വയറിന് അത്ര പിടുത്തമല്ല. അത് കാരണം പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഗോതമ്പിൻ്റെ ദോശ എനിക്ക് ഉണ്ടാക്കണത്. അപ്പം അതിനു വേണ്ടി ഗോതമ്പിൻ്റെ ആട്ട ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പുട്ടുപൊടിയും കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റൂലല്ലോ, അത് തരിങ്ങുള്ളതല്ലേ. അത് കാരണം ജോൺസൺ ചേട്ടൻ്റെ അവിടെ നിന്ന് ആട്ട ഇരിക്കുന്നത് കൊണ്ട് ഇന്ന് ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പൊടി ഇതിലേക്ക് എടുത്തിട്ട് വിട്ടു. ആട്ടപ്പൊടി ഇങ്ങനെ ലൂസ് പാക്കറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ അത് കാണിക്കാൻ മാത്രമല്ല, ബ്രാൻഡഡ് അല്ല, അവിടെ ഇരിക്കണ ആട്ടപ്പൊടി എന്ന് അതിൻ്റെ പേര്, ആട്ട. അപ്പോൾ 1 kg അപ്പം ഇവിടെ മേടിച്ച്, ഞാൻ പറയും 1 kg മേടിച്ച് വെച്ചാലോ ദോശ എനിക്ക് തിന്നണമെന്ന് തോന്നും ഉണ്ടാക്കാം, അല്ലെങ്കിൽ അട ഉണ്ടാക്കാം. ഗോതമ്പ് ദോശനേക്കാളും നല്ലതാട്ടോ ഓട്സ് ദോശ. നല്ല രുചിയാണ്. ഇച്ചിരി ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർത്താലേ നല്ല ടേസ്റ്റ്, പുളിപ്പ് അല്ലേ. അപ്പൊ ആ ദോശക്ക് നല്ല ടേസ്റ്റ്. അതാ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നത്. അപ്പൊ നമുക്കിത് കുഴച്ച് വെക്കാം. ഇപ്പൊ ഞാൻ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും പാല് മുഴുവൻ ചേർത്ത് കുഴയ്ക്കുവാണോന്ന്. പാല് മുഴുവൻ ചേർത്ത് കുഴയ്ക്കുമല്ല. ഈ കപ്പിൽ പകുതി കപ്പ് പാലെടുത്തിട്ടുണ്ട്, പകുതി വെള്ളാട്ടോ, വെള്ള. എന്നിട്ട് ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്, പൊടിയിലേക്ക് ഉപ്പിടുക ചെയ്തത്. എന്നിട്ട് ഈ പാല് ചേർത്തത് കുഴച്ച് കഴിഞ്ഞാൽ മയം കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ പാലും വെള്ളാട്ടോ. ഇതാ പാലല്ല, ഫുൾ പാലല്ല, ഇത് കുഴിച്ചിട്ട് നമുക്ക് നോക്കാം. അത് വെള്ള ബാക്ക്ഗ്രൗണ്ട് തന്നെ ആയത് കാരണം പാല് കാണാൻ പറ്റുന്നില്ല. കപ്പിലല്ലേ, ഇച്ചിരി വേണം. ഒരു ചപ്പാത്തി തിന്നായിട്ട് പരത്തി വെക്കുകയാണെങ്കിലേ നാളെ റോളാക്കി കഴിക്കാം. റാപ്പ് ആക്കുമ്പോ ഏറ്റവും തിന്നാ നല്ലത്. ഈ ലുലുലുണ്ടല്ലോ റാപ്പിന് പറ്റിയ സാധനം കിട്ടും, ഏറ്റവും തിന്നായിട്ടുള്ളത്. പക്ഷെ മേടിക്കണ ചപ്പാത്തി റാപ്പിന് പറ്റിയതാ, അത് വളരെ തിന്നാക്കി പരത്തണമെന്നല്ലേ ഉള്ളൂ. റാപ്പില് ചെയ്യുമ്പോ തിന്നായിട്ട് വേണം. എന്നിട്ടത് അതിന്റെ അകത്ത് തന്നെ വെക്കണ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാലോ. പിന്നെ കുറച്ച് ടൊമാറ്റോ ഒക്കെ ചേർത്ത് ഇടക്കാം, അങ്ങനെ ചെയ്യാം. ഞാൻ വെള്ളം ചേർത്തു കേട്ടോ. അതെ, പാലും വെള്ളം കൊണ്ട് മതിയായില്ല. എല്ലാവർക്കും അറിയാവുന്നോണ്ടാണ് അതെ കാണിക്കാത്ത. പരത്തി ഉരുട്ടി വന്നപ്പോൾ ഒരു ചപ്പാത്തി വളരെ ചെറുതായിപ്പോയി. മാവേ റാപ്പിനെടുക്കാം. റാപ്പിന് വലുത് വേണം, വലുതാക്കി എടുക്കണ്ട. അത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേറെ ഒരെണ്ണത്തിലേക്കൊക്കെ ചേർത്താൽ സുഖാവില്ല, എല്ലാം
റൗണ്ടൊക്കെ ഏതാണ്ട് ഒരു പോലെ ഇരിക്കണം. ഇനിയിപ്പോൾ പരത്തി ചുടുക, അത്രേ ഉള്ളൂ. സന്ധ്യയാകുമ്പോൾ ചുട്ട് വേണമെങ്കിൽ നമുക്ക് കാസറോളിലേക്ക് അങ്ങ് ഇട്ട് വയ്ക്കാം. അതാണ് നല്ലത്. ഓക്കെ ഓക്കെ. പല പല ഭൂപടങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു ചപ്പാത്തി പരത്തൽ ടെക്നിക്കിലാണ്, അല്ല ചപ്പാത്തി പരത്തൽ പരിപാടിയിലാണ്, സാഹചര്യത്തിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതൊക്കെ ഒരു രസകരമായ നിമിഷങ്ങളാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞങ്ങളത് എൻജോയ് ചെയ്യുന്നു കേട്ടോ. ആ നിമിഷം ഒന്നും തിരിച്ചു കിട്ടില്ല മോനെ ഒരിക്കലും. ഇന്നത്തെ ആള്, ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ആള് നാളെ ഉണ്ടോന്നില്ലാത്ത ഒരു അവസ്ഥയിലല്ലേ. അപ്പൊ നമുക്ക് പരമാവധി ഇത് ചെയ്യുക, ജീവിതം എന്ന് വിചാരിച്ച് ഇതായിട്ട് ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക. അതെ, ഉള്ളതിൽ ആനന്ദം. ഇഷ്ടംപോലെ ദുഃഖങ്ങളും പരിഭവങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായ വർഷമാണെങ്കിലും ഉള്ളതിൽ ചെറുതായിട്ടെങ്കിലും സന്തോഷിക്കുക. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോഴും പറയണില്ലേ, ചെറിയ ചെറിയ ഈ വർഷത്തെ പോയ വർഷം 2025 ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായ, ബുദ്ധിമുട്ട് മീൻസ് വേർപാടുകൾ ഉണ്ടായതാണ്. സ്വന്തം കൂടപ്പുറപ്പുകളുടെ വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നികത്താൻ പറ്റൂലാത്തതാണ്. പിന്നെ എപ്പോഴും അത് പറഞ്ഞ് നിങ്ങളെ ഒരു ബുദ്ധിമുട്ടിപ്പിക്കണില്ല കേട്ടോ. അപ്പം എന്നാലും ചെറിയ ചെറിയ സന്തോഷത്തിൽ നമ്മൾ സംതൃപ്തരാവുക അല്ലേ. ദൈവം തന്നെ ദാനത്തിൽ. കല്ലിൽ ചുട്ട ചപ്പാത്തിക്ക് ഒരു പ്രത്യേകതയില്ലേ? അതുണ്ട്. അത് പിന്നെ പറഞ്ഞറിയിക്കാൻ. അപ്പം ഈ പാക്കറ്റ് ചപ്പാത്തി മേടിക്കുമ്പോൾ ഞാൻ അപ്പയോട് എപ്പോഴും പറയും ലൈവായിട്ട് അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ചുട്ട ചപ്പാത്തി മേടിക്കാം. അപ്പം പക്ഷേ പാക്കറ്റ് മേടിക്കുമ്പോൾ 2 ദിവസത്തേക്ക് ഇരിക്കുമല്ലോ എന്നും പറഞ്ഞാണ് ഈ പാക്കറ്റ് മേടിക്കണേ. പോരെ? മതി. മതി. ഫുൾ ഡ്രൈയാ. അപ്പയ്ക്ക് ഇച്ചിരി നെയ്യൊക്കെ ഒഴിക്കണ ഇഷ്ടാട്ടോ. അപ്പം പറയാറുണ്ട് ഡ്രൈ മതിയെന്ന്. ആണോ? പലതിൽ ഈ ഇതൊക്കെ ചെല്ലണത് കൊണ്ട് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഡ്രൈ മതിയെന്ന് എപ്പോഴും പറയും. ചൂടാറാതെ ഇട്ട് വയ്ക്കാം, എന്നിട്ട് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് കട്ട് ചെയ്യാം. ചൂടാറിയാൽ പിന്നെ അത് സുഖമില്ല. ഡ്രൈ ചപ്പാത്തി ചൂടാറിയ ഒട്ടും കൊള്ളൂ. നിനക്ക് ബട്ടർ ഇടാം കേട്ടോ, ലാസ്റ്റ് രണ്ടാമത്തിൽ നമുക്ക് ബട്ടർ ഇട്ട് തരാം. ഇതാവട്ടെ, എന്നിട്ട് ഇങ്ങനെ അടുത്ത് പരത്തട്ടെ കേട്ടോ. ചപ്പാത്തി ചുടുന്ന ആ സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലാ. നോർത്ത് ഇന്ത്യൻ കടകളിൽ നിൽക്കുന്ന ഒരു ഫീലിംഗാ. അവര് കല്ലിലൊക്കെ ഇതിലല്ലേ, അവര് പ്രത്യേക സിസ്റ്റമാറ്റിക് രീതിയിലൊക്കെയാണ്. കാരണം അവരുടെ പ്രധാന ഭക്ഷണം ചപ്പാത്തി പോലുള്ള ഐറ്റംസ് ഒക്കെ ആണല്ലോ. അതുകൊണ്ട് അവർക്കത് നമ്മള് സദ്യയും ചോറൊക്കെ ഉണ്ണുന്ന പോലെ. എലിസബത്ത് ആന്റിയും ഗ്രേസി ആന്റിയും ഇല്ലേ അവിടെ വലിപ്പറമ്പിലെ, അവര് പറയാറില്ല, അവരിങ്ങനെ ചപ്പാത്തി ഒന്ന് മറിച്ചിരട്ടെ കേട്ടോ. ചപ്പാത്തി അവരിങ്ങനെ ഈ നോർത്ത് ഇന്ത്യൻസ് വന്ന ചപ്പാത്തി ചുട്ടു കൊടുക്കുമെന്ന് സന്ധ്യ ആകുമ്പോൾ അവിടെ വഴിയിൽ നമ്മൾ മാവങ്ങ കൊടുത്തു കഴിഞ്ഞാൽ പരത്തി റെഡിയാക്കി നമുക്ക് എത്ര നമ്പർ വേണമെന്ന് വെച്ചാൽ മാവങ്ങ കൊടുത്താൽ മതിയെന്ന്. അത് കൊള്ളാം. അപ്പം ഗ്രേസ് ആൻറ്റി എന്നാ ചെയ്യണമെന്ന്, എലിസബത്ത് ആൻറ്റി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിലേക്കുള്ളത് റെഡിയാക്കുക മോളെന്ന് പറഞ്ഞു. എന്നിട്ട് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കുന്നു. അപ്പം സൗകര്യം. ഷേപ്പ് മാറിപ്പോയി. അത് ഇച്ചിരി അങ്ങ് പരത്തി അങ്ങ് എടുത്താൽ മതി, ഓട്ട അടച്ചെടുത്താൽ മതി. ഓട്ടയുടെ അല്ല, അവിടെ ഇച്ചിരി ഇതായിപ്പോയി. കല്ലിലേക്ക് വയ്ക്കുവാണേ. രണ്ടെണ്ണം തിന്നുമോ? ഇല്ല, 1.5. ഒരെണ്ണം മറ്റേ രീതിയിലാക്കിയാൽ പോരെ തിന്നായിട്ട്. ഡിന്നറിന് റെഗുലർ ആയിട്ട് ചപ്പാത്തി കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാ കറികൾ ഉണ്ടാക്കണേന്ന് പറയണേ. ഇച്ചിരി ബട്ടർ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മതി. ഇത് നല്ല രസമായി. അല്ല, മര്യാദയ്ക്ക് നോക്കിക്കഴിഞ്ഞാലൊക്കെ വൃത്തിയായിട്ട് കിട്ടുമെന്നാ. ഞാൻ ഈ കുഞ്ഞി ചപ്പാത്തി ആർക്കാ? ഞാൻ നിനക്ക് വേണമെങ്കിൽ എടുത്തോ, ഞാൻ തിന്നോളാം. എനിക്ക് 1.5 ചപ്പാത്തി തന്നെ അമ്മയുടെ കഴിക്കാൻ പറ്റില്ല, കാരണം ഹെവിയാ പരിപാടി. ചപ്പാത്തിയുടെ അരോമ, ഡ്രൈ ചപ്പാത്തിയുടെ അരോമ നല്ല രസാട്ടോ. എനിക്കത് വളരെ ഇഷ്ടമുള്ള ഒരു ഫീലിംഗ് ആണത്. ഫുഡ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇങ്ങനെയുള്ള ചില മെമ്മറീസ് ഉണ്ടാവും, ചില ഭക്ഷണത്തിന്റെ സ്മെല്ല് അതൊക്കെ ഉണ്ടാവും. ഓക്കെ, മാറ്റിട്ടോ. എല്ലാം കാസറോളിൽ സെറ്റ് ആക്കിട്ടോ. കാസറോളും തുറന്നു കാണിക്കാം. എടി എപ്പോഴും തുറന്നാൽ അത് ചൂടാറും കേട്ടോ. ഡ്രൈ ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അത് ചൂടാറിയാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. വൈകിട്ട് ചെയ്യുന്ന ആ ഒരു ജോലിയുടെ ഒപ്പം നിങ്ങളുടെ അടുത്തും കൂടെ വിശേഷങ്ങൾ പറഞ്ഞ് ചെയ്യാമെന്ന് കരുതി. അപ്പം നമുക്ക് ജോലി ഭാരം കുറയും എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. തിന്നോന്നറിയില്ല.
അപ്പക്ക് ഇങ്ങനെ മുറിച്ച് കൊടുത്തു കഴിഞ്ഞാലേ എണ്ണ നോക്കൂല എത്ര ചപ്പാത്തിയാണ്. വേണമെങ്കിൽ ഇനി കൊടുക്കാതിരിപ്പുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ആ ബിരിയാണിയുടെ ചിക്കൻ പീസാട്ടോ. എനിക്ക് ചപ്പാത്തിയുടെ കൂടെ ഇങ്ങനത്തെ ഡ്രൈ ഫ്രൈ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമല്ല, അപ്പയ്ക്കും ഇഷ്ടമല്ല. ഡ്രൈ മീൻ വറുത്തത്, ഡ്രൈ ചിക്കൻ ഫ്രൈ, ഡ്രൈ ബീഫ് ഫ്രൈ, അതൊക്കെ എനിക്ക് ഈ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് എന്തോ അതിൻ്റെ രുചി ഭയങ്കര താല്പര്യമാണ്. ഓരോരോ താല്പര്യങ്ങൾ. അപ്പയ്ക്ക് ഇച്ചിരി വെജിട്ട് പിന്നെ ബീഫ് കൊടുക്കാം, ബീഫ് പ്ലേറ്റിൽ കൊടുക്കാം. ഞാൻ ഇതിലിരിപ്പുണ്ട്, എടുക്കാത്തതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്ക് ചപ്പാത്തി അത്ര ഇതല്ലാന്നേ. ഒരു ചപ്പാത്തി 2 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവക്കടേൻ്റെ ഇച്ചിരി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുക്കാത്തതാട്ടോ, ഇതിലിരിപ്പുണ്ട് സാധനം. ഞാൻ പറഞ്ഞില്ലേ ഗോതമ്പ് അത്ര പിടുത്തല്ലായിരുന്നു. ഇതിന്ന് ഇച്ചിരി കുറുമ എടുത്തോ? വേണ്ട വേണ്ട, ഇതിന് എനിക്ക് ഇത്ര വേണ്ട. ഒന്ന് മാറിയാൻ എടുത്തോളാം, ഒന്ന് മാറിയോ മതി. കാരണം ഓവറാവുന്ന എനിക്കിഷ്ടമല്ല, ഞാൻ ഓവറായി കഴിക്കില്ല. ഇത് കഴിക്കാൻ മേലെ? അത് കഴിക്കാം, കുറച്ചേ ഉള്ളത്. അത് കഴിക്കാം, അത് കുഴപ്പമില്ല. ഞാനിതിൽ നിന്ന് എടുത്തോളാം, ബീഫ് എനിക്ക് വേണ്ട. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചത് നേരത്തെ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഒരു വ്ളോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് ഞാനാണ് കഴിക്കുന്നത്. ഞാൻ എല്ലാ പരിപാടിയും, വീഡിയോയുടെ പരിപാടിയും കുളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കാനായിട്ട് എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചിക്കൻ ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ എങ്കിലും ഈ വെജിറ്റബിൾ കറി നല്ലതായിരുന്നു കേട്ടോ. നല്ല മഴ പെയ്ത് തണുത്തിരിക്കുന്ന സമയത്ത് നല്ല ചൂട് നൂഡിൽസ് കഴിക്കുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടു കേട്ടോ. അതിനുശേഷം എനിക്കും ഒരു ആഗ്രഹം, അതുകൊണ്ട് നൂഡിൽസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ട്രൈ ചെയ്യണം നല്ല മഴയുള്ളപ്പോൾ.